സർ നമസ്കാരം. നമസ്കാരം. സർ, വഖഫിൽ വലിയൊരു ആശ്വാസമായിരുന്നു ആ ബില്ല് വന്നപ്പോൾ മുനമ്പത്തേതടക്കമുള്ള ഇതുമായി ബന്ധപ്പെട്ട് ഏറെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ജനത്തിന്. പക്ഷെ മുനമ്പത്ത് വന്ന കേന്ദ്രമന്ത്രി കിരൺ റിജിജു അദ്ദേഹം വന്നിട്ട് പറഞ്ഞത് ഇനിയും നീതി കിട്ടും വരെ നിങ്ങൾ പോരാടേണ്ടി വരുമെന്നാണ്. അതുവരെ ഭയങ്കര പ്രതീക്ഷയിലായിരുന്നു ആ ആ മുനമ്പത്തെ ജനങ്ങൾ. ബാക്കിയുള്ളവരും അതേ തുടർന്ന് തങ്ങൾക്കും അനുകൂലമായ തീരുമാനങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഇത്തരമൊരു പ്രസ്താവന വരുന്നത്. അപ്പോ അതുവരെ അതിനു മുൻപ് 50ഓളം പേരാണ് BJP-യിലേക്ക് ചേർന്നത് പോലും. അതിനുശേഷം ഇത്തരത്തിലൊരു പ്രസ്താവന വരുമ്പോൾ അതിൽ കേന്ദ്രത്തിന്റെ ഒരു ഇരട്ടത്താപ്പല്ലേ മാറ്റുന്നത്? ഇന്നലെ നടന്നതും സുപ്രീം കോടതിയിൽ നടന്നതും വളരെ ദീർഘമായ വാദപ്രതിവാദങ്ങളാണ്. അപ്പോ അതിലൊക്കെയും ചോദിക്കുമ്പോൾ സത്യത്തിൽ കേന്ദ്രത്തിന് ഉത്തരം മുട്ടുന്ന ഒരു പോലെയല്ലേ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിലെന്താണ് ശരിക്കും കേന്ദ്രത്തിന്റെ നിലപാട് എന്താണ്? ഇനി എങ്ങനെയാണ് ഇവർ പോരാടേണ്ടി വരുന്നത്? ഇത്രയും വർഷക്കാലമായിട്ട് അവർ പോരാടിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു ബില്ല് വരുമ്പോൾ ഏറെ ആശ്വാസമാകുന്നു കരുതുന്നു. ആ ബില്ല് വന്നതിന് ശേഷം അവർ BJP-യിൽ പോലും ചേരുന്നു. അതിനുശേഷം റിജിജു വരുന്നു. അദ്ദേഹം വന്നതിന് ശേഷം ഈ പ്രസ്താവനയും കൂടി ആവുമ്പോൾ അവരുടെ ഉണ്ടായിരുന്ന മനസമാധാനം അത് പോവുകയല്ലേ ചെയ്തത്? ഈ മനസമാധാനം നഷ്ടപ്പെടേണ്ട യാതൊരു കാര്യവും ഇല്ല. ഈ വിഷയം പരിപൂർണമായി പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ഇവിടെ മനസമാധാനം കെടുത്തുന്നത് കേരളത്തിന്റെ മീഡിയയും കേരളത്തിലെ ഇടത് വലത് മുന്നണികളും മാത്രമാണ്. ഇത് മുമ്പും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു ചർച്ചയിൽ അത് പറയുകയുണ്ടായി. അതായത് 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞപ്പോൾ അത് എടുത്തു കളയാൻ പോകുന്നില്ല എന്നായിരുന്നു ആദ്യത്തെ പ്രചരണം. പക്ഷെ പിന്നീട് അത് എടുത്തു കളഞ്ഞാലും പ്രയോജനമൊന്നുമില്ല എന്നായിരുന്നു രണ്ടാമത്തെ പ്രചരണം. ഇപ്പോൾ ആ പ്രചരണം കേൾക്കുന്നില്ല. അതുപോലെ തന്നെയാണ് മുത്തലാഖ് നിരോധിക്കാൻ പോകുന്നില്ല എന്ന് പ്രചരിപ്പിച്ചു. മുത്തലാഖ് നിരോധിച്ചു. അപ്പോൾ പറഞ്ഞു മുത്തലാഖ് നിരോധിച്ചുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല. പക്ഷെ ഇപ്പൊ മുത്തലാഖ് നിരോധിച്ചതിന്റെ ഗുണഫലങ്ങൾ ആ സമൂഹത്തിന് കിട്ടുന്നു. CAA വന്നപ്പോൾ പറഞ്ഞു ഭയങ്കരമായിട്ട് രാജ്യം പൊട്ടിത്തകരാൻ പോവുകയാണ്, പല കഷ്ണങ്ങളായിട്ട് ചെതറും, ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു. CAA വന്നിട്ട് ഒരു ഗുണവും ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ CAA വന്നതിന്റെ ഗുണം ഇന്ന് നമ്മൾ അനുഭവിക്കുകയാണ്. ഇതുപോലെ GST വരുമ്പോൾ രാജ്യം സാമ്പത്തികമായി പാപ്പരാവും, സാമ്പത്തികമായി സംസ്ഥാനങ്ങൾ തകരും. ഇതായിരുന്നു പ്രചരണം. എന്നിട്ട് ഇപ്പോൾ എന്താണ്? സംസ്ഥാനങ്ങൾക്കൊക്കെ പഴയതിനേക്കാൾ കൂടുതൽ വരുമാനം കിട്ടി. ചുരുക്കി പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്ന വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളെല്ലാം ആദ്യം പറയും നടപ്പാകാൻ പോകുന്നില്ല, വിജയിക്കാൻ പോകുന്നില്ല. വിജയിച്ചു കഴിയുമ്പോൾ പറയും ഇത് ജനങ്ങളിലേക്ക് എത്താൻ പോകുന്നില്ല. ജനങ്ങളിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇവരെ ആരും കാണാനും പോകുന്നില്ല, ഇവര് രംഗത്തേ വരാൻ പോകുന്നില്ല. ഇതാണ് ഇവിടെയും സംഭവിക്കുന്നത്. അതായത് വഖഫ് ബില്ല് വന്നപ്പോൾ ഇത് അവതരിപ്പിക്കാൻ പോകുന്നില്ല, പാർലമെന്റിൽ കൊണ്ടുവരില്ല എന്നായിരുന്നു ആദ്യം. കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ ഈ സമ്മേളനത്തിൽ കൊണ്ടുവരില്ല, വരാൻ പോകുന്ന സമ്മേളനങ്ങളിലായിരിക്കും എന്ന് പറഞ്ഞു. ഈ സമ്മേളനത്തിൽ തന്നെ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു ഇത് വിജയിക്കാൻ പോകുന്നില്ല, BJP മുന്നണിക്കുള്ളിൽ കൂട്ട അടിയാണ്, ജനതാദൾ U സമ്മതിക്കില്ല, തെലുങ്കുദേശം പാർട്ടി സമ്മതിക്കില്ല, അവര് ഗവൺമെന്റിന്റെ പിന്തുണ പിൻവലിക്കും, സർക്കാർ താഴെ വീഴും. അവസാനം ഒന്നും സംഭവിച്ചില്ല. പ്രതിപക്ഷത്തുള്ള 10 വോട്ടും കൂടി ബില്ലിന് അനുകൂലമായിട്ട് കിട്ടി. ബില്ല് പാസ്സായി കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്തത് പറയാനുള്ളത് ഇതുകൊണ്ട് ജനങ്ങൾക്കൊന്നും ഗുണം കിട്ടാൻ പോകുന്നില്ല എന്നാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഈ ബില്ല് പാസ്സാവുകയും ഇത് നിയമമാവുകയും ചെയ്തതോടുകൂടി മുനമ്പത്തെ ജനങ്ങൾക്കെന്നല്ല, ഇന്ത്യയിലെ എല്ലാ ഭാഗത്തുമുള്ള ഈ പ്രശ്നങ്ങൾ നേരിടുന്ന എല്ലാ വിഭാഗങ്ങൾക്കും അവരുടെ പ്രശ്നങ്ങൾ മാറിക്കിട്ടി. അപ്പോൾ ഇവർ പറയുന്നത് ബില്ല് പാസ്സാക്കിയിട്ട് 24 മണിക്കൂർ കഴിഞ്ഞല്ലോ, എന്നിട്ട് തീരുമാനമായില്ലല്ലോ, 48 മണിക്കൂർ കഴിഞ്ഞല്ലോ, എന്നിട്ട് ഭൂമി കിട്ടിയില്ലല്ലോ. ഈ രീതിയിലുള്ള പ്രചരണങ്ങളാണ് പിന്നീട് തുടങ്ങിയത്. അതായത് സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാകും, ഒരു പാർലമെന്റിൽ ഒരു ബില്ല് പാസ്സായാൽ അതിന്റെ ആക്ടും ചട്ടങ്ങളും റൂളും എല്ലാം ഉണ്ടാക്കി അത് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അയച്ചു കൊടുത്ത് സംസ്ഥാന ഗവൺമെന്റുകൾ അതനുസരിച്ച് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് നിർദ്ദേശം കൊടുത്ത് അത് നടപ്പാകുമ്പോഴാണ് ഇതിന്റെ പൂർണ്ണ അവസ്ഥ വരിക. അതല്ലാതെ പാർലമെന്റിൽ വോട്ടെടുത്തു, അതിന്റെ വോട്ടെടുപ്പ് ഫലം സ്ക്രീനിൽ തെളിയുമ്പോഴേ മുനമ്പത്തെ എല്ലാ വിഷയങ്ങളും തീർന്ന് അവരുടെ വീട് ഭൂമിയെല്ലാം കയ്യിൽ കിട്ടും എന്നുള്ള ആ ഒരു ബോധം പരത്താനാണ് ഇവിടുത്തെ മീഡിയയും ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ കക്ഷികളും ശ്രമിച്ചത്. ഇതാണ് ഇപ്പോൾ ഇത് ആശങ്കയായിട്ട് നിൽക്കാനുള്ള ഒരേ ഒരു കാരണം. വ്യക്തമായിട്ട് കിരൺ റിജിജു പറഞ്ഞു ഇതിന്റെ ചട്ടങ്ങൾ രൂപീകരിക്കും. ആ ചട്ടങ്ങൾ രൂപീകരിക്കാൻ 2 ആഴ്ച സമയമെടുക്കും.
അങ്ങനെ ചട്ടങ്ങൾ രൂപീകരിച്ചു കഴിഞ്ഞാൽ ആ ചട്ടങ്ങൾ എല്ലാ സംസ്ഥാന ഗവൺമെന്റുകൾക്കും അയച്ചു കൊടുക്കും. സംസ്ഥാന ഗവൺമെന്റുകൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ചട്ടങ്ങൾ അനുസരിച്ച് അവരവരുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക്, അതായത് വില്ലേജ് ഓഫീസുകളിലേക്കും താലൂക്ക് ഓഫീസുകളിലേക്കും നിർദ്ദേശം കൊടുക്കും. അതനുസരിച്ച് തഹസീൽദാരും വില്ലേജ് ഓഫീസറും ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതോടെ ഇവരുടെ പ്രശ്നങ്ങൾ അവസാനിക്കും. പക്ഷേ ഈ പറഞ്ഞ ദിവസങ്ങൾ 10-15 ദിവസങ്ങൾ എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പറഞ്ഞിട്ട് 2-3 ദിവസമായല്ലോ, എന്താ ആവാത്തെ? കിരൺ റിജിജു വന്നല്ലോ, എന്നിട്ട് എന്താ കിട്ടാത്തെ? പക്ഷേ ഒരു നടപടിക്രമം, അതായത് നമ്മളിപ്പോൾ ഒരു രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുവന്നാൽ നമുക്ക് പെട്ടെന്ന് ഇപ്പൊ ഓപ്പറേഷൻ നടത്തി ഇപ്പൊ പെട്ടെന്ന് കിട്ടണമെന്നാണ്. അപ്പോൾ ഓപ്പറേഷൻ നടത്താൻ ഡോക്ടർ പറയും അതിന് കുറച്ച് താമസമുണ്ട്, ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്ന രോഗിയെ ഇറക്കിയിട്ട് വേണം ഈ രോഗിയെ കയറ്റാൻ. ഉടനെ നമുക്ക് അവിടെ വെച്ച് ബഹളം കൂട്ടാം. ആ ബഹളമാണ് ഇപ്പൊ കാണുന്നത്. ഇതെന്തുകൊണ്ടാണ് അകത്ത് കിടക്കുന്ന രോഗിയെ ഇറക്കാത്ത, ഇതെന്നെ ഈ നമ്മുടെ രോഗിയെ കയറ്റാത്തത്? ഇനി രോഗിയെ കയറ്റുന്നിരിക്കട്ടെ, കയറ്റി കഴിയുമ്പോൾ ഓപ്പറേഷൻ 6 മണിക്കൂർ സമയം എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ 2 മണിക്കൂർ കഴിയുമ്പോൾ ഇതെന്നെ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഉണ്ടോ? ഞങ്ങൾ എന്തോ ഒരു ഓപ്പറേഷൻ കണ്ടിട്ടുള്ളത്, ഇതിപ്പോ 6 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞ് വെച്ച് നീട്ടുന്നത് ശരിയാണോ? അടുത്ത ചോദ്യം. ഇനി ഡോക്ടർ പുറത്തു വന്നു, ഓപ്പറേഷൻ സക്സസ് ആയി, എല്ലാം വിജയമായിരിക്കുന്നു. ഇനിയിപ്പോൾ ബോധം തെളിയാനായിട്ട് ICUവിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒരു 6 മണിക്കൂർ 8 മണിക്കൂർ കൊണ്ട് ബോധം തെളിയും. ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങളെ പറ്റിക്കരുത്. ഞങ്ങളോട് പറഞ്ഞിരുന്നത് വന്നു കഴിഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയ ഉടനെ വിഷയം തീരുമെന്നാണ്. ഇനി ബോധം തെളിയണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കഷ്ടപ്പെടുത്തുവാണോ? ഇത് വഞ്ചിക്കയല്ലേ എന്ന് ചോദിക്കുന്ന പോലെയാണ് ഇപ്പോഴീ ഉയർത്തുന്ന ചോദ്യങ്ങൾ. ഇനി ബോധം തെളിഞ്ഞെന്നിരിക്കട്ടെ, രോഗി തന്നെ പുറത്തു വന്നാൽ പോലും ഇത് ശരിയായ ബോധമാണോ തെളിഞ്ഞതെന്നുള്ള സംശയമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കോടതിയിൽ പോവുകയാണ്, രോഗിക്ക് ബോധം തെളിഞ്ഞോ ഇല്ലയോ എന്നറിയാൻ കോടതിയിൽ പോവുകയാണ് എന്ന് പറഞ്ഞ പോലെ ഒരു കോടതി പോക്കാണ് ഇപ്പൊ പോയിരിക്കുന്നത്. അപ്പൊ കോടതിക്ക് വ്യക്തമായി കോടതി പറഞ്ഞു, സുപ്രീം കോടതി പറഞ്ഞു, ഞങ്ങൾക്ക് ഭരണഘടനയുടെ നിയമം അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഭരണഘടനയിൽ നിയമം മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ മാറിയ നിയമം അനുസരിച്ചുള്ള തീരുമാനം വരും. കോടതിയിലെ വാദം തുടരുകയാണ്, കോടതിയുടെ വാദം തീർന്നിട്ടില്ല. അപ്പോൾ വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞ് കോടതി തീരുമാനം പ്രഖ്യാപിക്കുന്നത് വരെ പോലും കാത്തു നിൽക്കാതെ ഇവിടെ വഞ്ചിച്ചു എന്നുള്ള പ്രചരണമാണ് നടക്കുന്നത്. ഇത് ഏതാനും ദിവസത്തേക്ക് ഈ പ്രചരണം തുടരും. കൃത്യമായിട്ടും ഇതിൻ്റെ ഉള്ള മറുപടി നിയമപരമായി വരാൻ അതിൻ്റെതായ സമയമെടുക്കും എന്നുള്ള കോമൺ സെൻസിനെയാണ് ഇവിടുത്തെ മീഡിയയും ഇവിടുത്തെ ഭരണപ്രതിപക്ഷ കക്ഷികളും ഇപ്പോൾ ആടിനെ പട്ടിയാക്കുന്നത് പോലെ മനുഷ്യനെ വിഷമിപ്പിക്കാനും ബുദ്ധിമുട്ടിക്കാനും ആശങ്കകൾ പരത്താനും ഇതിന്റെ ക്രെഡിറ്റ് BJPക്ക് കിട്ടാതിരിക്കാനും വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത്. അതാണ് ഇപ്പോൾ കാണുന്ന കോലാഹലം. സർ, പക്ഷേ സുപ്രീം കോടതിയിലും പല വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് കോടതി ചോദിക്കുന്നുണ്ട്, ഈ ബോർഡിൽ എന്തിനാണ് ആ മുസ്ലിമുകൾ, അതായത് ഹിന്ദുക്കളുടേതായ ഒരു ട്രസ്റ്റിലോ മറ്റോ ഈ പറഞ്ഞ മുസ്ലിമുകളെ ഉൾപ്പെടുത്താറില്ലല്ലോ. പ്രധാനമായും എല്ലാ പത്രങ്ങളുടെയും തലക്കെട്ട് വാചകങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണിത്. ആ മുസ്ലിമുകളെ എന്തിനാണ് ഉൾപ്പെടുത്തുന്നത്? ശരിയാണ്, ഒന്ന് ഓർത്തു നോക്കുമ്പോൾ ശരിയാണ്. കാരണം വഖഫ് എന്ന് പറയുന്നത് മുസ്ലിമുകളുടേതായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്തിനാണ് ഒരു മുസ്ലിം ആയിട്ടുള്ള ആളുകളെ അതിലേക്ക് ഉൾപ്പെടുത്തുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടി നിൽക്കുന്നുണ്ട്. വഖഫ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ കാര്യമല്ല. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. വഖഫ് ബോർഡ് മുസ്ലിമിന് വേണ്ടി മാത്രമുള്ളതല്ല. വഖഫ് ട്രിബ്യൂണൽ മുസ്ലിമിന് വേണ്ടി മാത്രമുള്ളതല്ല. വഖഫ് ബോർഡ് മുസ്ലിമിന്റെ മാത്രമല്ല. ആണെന്ന് ആര് പറഞ്ഞു? ആണെന്ന് കോൺഗ്രസ് പറഞ്ഞു, ആണെന്ന് ലീഗ് പറഞ്ഞു, ആണെന്ന് CPM പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ആവാൻ പോകുന്നില്ല. അതുപോലെ ആടിനെ പട്ടിയാക്കുന്ന രണ്ടാമത്തെ ചോദ്യമാണ്, ദേവസ്വം ബോർഡിൽ ക്രിസ്ത്യാനിയും മുസ്ലിമും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് വഖഫ് ബോർഡിൽ അമുസ്ലിമിനെ കയറ്റുന്നത്? കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നും ശരിയാണല്ലോ, നല്ല ചോദ്യമല്ലേ എന്ന് തോന്നും. കോടതി ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഈ പറയുന്നവർക്ക് നല്ല അടി വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. കോടതിയുടെ മറുപടി വരും. അതായത് കോടതി പൊട്ടൻ കോടതിയായിട്ടൊന്നും അല്ല ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത്. കോടതി ചോദിക്കുന്നതിന്റെ ഉദ്ദേശം ഇതിന്റെ ആൻസർ സർക്കാരിനെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ സർക്കാർ ഇതിന്റെ ആൻസർ പറയും. സർക്കാർ പറയാൻ പോകുന്ന ആൻസർ എന്താണെന്നുള്ളത് നിയമം അറിയുന്ന എല്ലാവർക്കും അറിയാം. ഞാനത് കൃത്യമായിട്ട് പറയാം. അതായത് മുസ്ലിം മദ്രസ ബോർഡ്, അതിനകത്ത് അമുസ്ലിങ്ങളില്ല. അതുപോലെ തന്നെ മഹല്ല് കമ്മിറ്റി, മുസ്ലിം പള്ളികളുടെ മഹല്ല് കമ്മിറ്റി, അതിനകത്ത് അമുസ്ലിങ്ങളില്ല. ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുന്ന ഹജ്ജ് കമ്മിറ്റി, അതിനകത്ത് അമുസ്ലിങ്ങളില്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? മുസ്ലിം പള്ളികളുടെ നടത്തിപ്പും ആരാധനാലയങ്ങളും അതിന്റെ ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസ പ്രമാണങ്ങളും 100% മുസ്ലിമാണ്. അവിടെ അമുസ്ലിമിന്റെ ആവശ്യമില്ല. മദ്രസ, മുസ്ലിം മദ്രസ എന്ന് പറയുന്നതിനകത്ത് 100% മുസ്ലിമാണ് അവിടെ നടത്തുന്ന ആക്ടിവിറ്റീസ് മതപഠനമാണ്.
അപ്പോൾ ആ മതപഠനത്തിന് ക്രിസ്ത്യാനിയും ഹിന്ദുവും പോയി അഭിപ്രായം പറയേണ്ടതില്ല. ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകുന്നു. ഹജ്ജ് കർമ്മം 100% മുസ്ലിമാണ്. അവിടെ ഒരു അമുസ്ലിമും പോയി അഭിപ്രായം പറയേണ്ട. അപ്പൊ ഈ 3 കാര്യങ്ങളിലും, അതായത് ഹജ്ജ് കമ്മിറ്റിയില്, അതുപോലെ മഹല്ല് കമ്മിറ്റിയില്, മുസ്ലിം മദ്രസ ബോർഡ്, ഈ 3 കാര്യങ്ങൾ മുസ്ലിമിന്റെ മതപരമായ കാര്യമാണ്. എന്നാൽ വഖഫ് ബോർഡ് മുസ്ലിമിന്റെ മതപരമായ കാര്യമല്ല. ഇതാണ് പ്രശ്നം. എന്തുകൊണ്ടല്ല? അതായത് വഖഫ് ബോർഡിലെ കൈവശമിരിക്കുന്ന ഭൂമിയുടെ 3/4 ഭാഗം ഭൂമിയും അമുസ്ലിങ്ങളുടെ ഭൂമിയാണ്. ക്രിസ്ത്യാനിയുടെ ഭൂമി, ഹിന്ദുവിന്റെ ഭൂമി, ക്ഷേത്രങ്ങളുടെ ഭൂമി, ക്രിസ്ത്യൻ പള്ളിയുടെ ഭൂമി. അപ്പോൾ അങ്ങനെയുള്ള ഭൂമിക്ക് കേസ് വരുമ്പോൾ നമുക്ക് ഇന്ത്യൻ കോടതികളെ സമീപിക്കാൻ നിയമമില്ല, ഇതുവരെ നിയമമില്ല. അതുകൊണ്ട് മുസ്ലിം കോടതി, അതിന്റെ പേരാണ് വഖഫ് ട്രിബ്യൂണൽ. മുസ്ലിം ലോ അനുസരിച്ച് മുസ്ലിം പണ്ഡിതന്മാര് ജഡ്ജിമാരായിട്ടിരിക്കുന്ന മുസ്ലിം കോടതിയുടെ പേരാണ് വഖഫ് ട്രിബ്യൂണൽ. ഈ വഖഫ് ട്രിബ്യൂണലിലേക്ക് പോകുന്നത് മുസ്ലിങ്ങൾ മാത്രമാണ് എങ്കിൽ പറഞ്ഞത് ശരിയാണ്, അമുസ്ലിമിന്റെ ആവശ്യമില്ല. എന്നാൽ വഖഫ് ട്രിബ്യൂണലിലേക്ക് പോകുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ബുദ്ധന്മാരും ജൈനന്മാരും പാഴ്സികളും ഹിന്ദു ക്ഷേത്രങ്ങളും ക്രിസ്ത്യൻ പള്ളികളും ഒക്കെ അവിടെ വാദിയായിട്ട് പോയി നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ആ വഖഫ് ട്രിബ്യൂണലിലെ ജഡ്ജിമാരെന്ന് പറയുന്നത് മുസ്ലിം മതപണ്ഡിതന്മാർ മാത്രമാണ്. അപ്പോൾ അവിടെ അവർക്ക് നീതി കിട്ടില്ല. അതുകൊണ്ട് ആ പറയുന്ന ട്രിബ്യൂണലിൽ, ആ പറയുന്ന ബോർഡിൽ തീർച്ചയായിട്ടും അമുസ്ലിങ്ങളുടെ പ്രതിനിധികൾ വേണം. കാരണം അമുസ്ലിങ്ങളുടെ കേസാണ് അവിടെ കൂടുതൽ നടക്കുന്നത്. ഇതുകൊണ്ടാണ് അവിടെ അമുസ്ലിങ്ങൾ വേണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് പറയാൻ കാര്യം. ഇത് സുപ്രീം കോടതി ചോദിക്കുമ്പോൾ പറയാനുള്ള നല്ല ഉത്തരമാണ്. സുപ്രീം കോടതി ചോദിച്ചാലല്ലേ ഉത്തരം പറയത്തുള്ളൂ. ആ ചോദ്യമാണ് സുപ്രീം കോടതി ഇന്നലെ ചോദിച്ചത്. അതിന്റെ ആൻസർ ആണ് ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാൻ പോകുന്നത്. ഇത് നല്ല കാര്യമാണ്. നന്ദി സർ.